സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു പ്രശ്നമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സൈബർ ബുള്ളിയിങ് നമ്മൾ വിചാരിക്കും ചിലരിങ്ങനെ എന്തൊക്കെയോ മോശം കാര്യങ്ങൾ പറയുന്നു അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അതിൻ്റെ പിന്നിൽ വലിയൊരു സംഘടിത ശക്തിയുണ്ട്. ആ സംഘടിത ശക്തിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ വീണ്ടും അരക്കത്ത് നിന്ന് അടുക്കളയിലേക്ക് ആട്ടിപ്പായിക്കാം എന്ന ഉദ്ദേശമാണ്. പൊതുരംഗത്ത് വരുന്ന സ്വന്തമായി അഭിപ്രായങ്ങളുള്ള കഴിവുകളുള്ള സ്ത്രീകളെ വേണ്ട, അവർ വീട്ടിലേക്ക് ഒതുങ്ങിക്കോട്ടെ എന്ന് കരുതുന്ന ചില സംഘടിത ശക്തികൾ ഇവിടെ ഈ സൈബർ ഗുണ്ടകളായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പറയുന്ന ഏതൊരു സ്ത്രീക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. എനിക്കൊരു പ്രശ്നം റേസ് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രശ്നം ഞാൻ റേസ് ചെയ്താൽ പോലും എന്നെ ആക്രമിക്കുന്നൊരവസ്ഥ. ഇത് കാണുമ്പോൾ മറ്റുള്ള പെൺകുട്ടികൾ വിചാരിക്കും, എന്തിന് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം, എന്തിന് അഭിപ്രായങ്ങൾ പറയണം, എന്തിന് പൊതുരംഗത്ത് നിൽക്കണം എന്നെല്ലാം ചിന്തിക്കും. ഇങ്ങനെ ഒരു സംഘടിത ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. അതായത് സ്ത്രീകൾ മുന്നോട്ട് വരരുത് എന്ന് ചിന്തിക്കുന്ന ചില ശക്തികളുണ്ട്. അവർ തന്നെയാണ് സ്ത്രീകൾക്ക് എതിരെയുള്ള ഈ സൈബർ അറ്റാക്കുകൾ കൂട്ടമായി അഴിച്ചുവിടുന്നത്. അതിന് ഇരകളാകുന്നവർ പ്രായഭേദമന്യേ എല്ലാവരും ഇരകളായിക്കൊണ്ടിരിക്കുകയാണ്, കൊച്ചുകുട്ടികളടക്കം.